നമസ്കാരം. കോമഡി മസാലയുടെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കോലിയക്കോട് നോർത്ത് റെസിഡൻസ് അസോസിയേഷനിലെ മെമ്പേഴ്സ് ആണ് ഇന്ന് നമുക്ക് ഇവിടെ ഓഡിയൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത്. അവരെ നമ്മൾ സ്നേഹപൂർവ്വം ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നമുക്ക് അതിഥികളായി എത്തുന്ന രണ്ട് താരങ്ങൾ, അവരെയാണ് ഇനി ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നത്. നെൽസൺ ശൂരനാട് ആൻഡ് ബിനു അടിമാലി. അപ്പൊ രണ്ടുപേർക്കും സ്വാഗതം. ഈ മഴക്കാലമായിട്ട് വല്ല സുഖചികിത്സക്കൊക്കെ പോകാൻ എന്താ ഞങ്ങൾക്ക് അസുഖമായിട്ട് തോന്നുന്നു? അല്ല, പറയുക ഈ സുഖചികിത്സ അസുഖമുള്ളവർ മാത്രമല്ല ചെയ്യുന്നത്. എല്ലാവരും ചെയ്യും. കണ്ടപ്പോ പെട്ടെന്ന് തോന്നി. അല്ല, മഴക്കാലം ആകുമ്പോ സുഖചികിത്സക്കൊക്കെ അതെങ്ങനെ പോകും? നമുക്ക് ഇങ്ങനെ നമ്മുടെ പ്രായമതാണല്ലോ നമ്മുടെ പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് പ്രായമെന്നും പറഞ്ഞ് ഞങ്ങളോട് ഈ ചെറുപ്രായത്തിൽ അങ്ങനെ പ്രായമുള്ളവരെ തോന്നുന്നത് ഞങ്ങളുടെ കുഴപ്പമാണോ? കുഴപ്പമില്ല, അത് സാറില്ല. അപ്പൊ പോകുന്നില്ല നിങ്ങള്? പോകണമെന്നുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമില്ല നമുക്ക് വലുത്, നമുക്കത് ഒന്ന് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനുള്ള. ചുരുക്കി പറഞ്ഞ എല്ലാ ദിവസം പ്രോഗ്രാം കയറാൻ പോവാൻ സമയമില്ല. അങ്ങനെ പറ, കാര്യങ്ങൾ തെളിച്ചു പറ. ഇൻകം ടാക്സുകാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, എല്ലാ ദിവസവും പ്രോഗ്രാം ആണെന്ന് തിരുമിക്കാൻ പോകാൻ ഒരു സമയമില്ല. തള്ളുന്നതാണ്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഉഷാറായിട്ട് തുടങ്ങാണ്. അപ്പൊ രണ്ടുപേരും ആ സീറ്റിലോട്ട് പോയി ആസനസ്ഥരായാലും പ്ലീസ്. തയ്യൽ ക്ലാസ്സിലെ ശിക്ഷ വെട്ടിയ പാവാടയാ പകുതി വെച്ച് മുറിഞ്ഞു പോയി. ഇത് പറയാനാ ഇത്രയും നേരം ഇവിടെ നിന്നത്. എന്റെ വിരിച്ചേട്ടാ. അടുത്തതായിട്ട് ഒരു രസികൻ സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്തുകയാണ് ടീം കോമിക് റൈഡേഴ്സ്. എന്താ പറയാനാ, ഞാൻ അമേരിക്കയിലായിരുന്നു, അതുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ സിസ്റ്റങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. അമേരിക്കയിലായിരുന്നു ജനിച്ചപ്പോൾ മുതൽ. ഇത് ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും വെയിറ്റിംഗ് ഷെഡ്. എന്തിനാ ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ഷെഡ്? വെറുതെ ഒരു ആവശ്യവുമില്ല. പിന്നെ പഞ്ചാര അടിക്കുന്ന പിള്ളേർക്കും കഞ്ചാവ് അടിക്കുന്ന ആൺപിള്ളേർക്കും കൊള്ളാം അല്ലേ? അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. ഇതിപ്പോൾ ഈ റോഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് തന്നെ ഞാൻ അമേരിക്കയ്ക്ക് പോയി. എനിക്കത് വിഷയമുള്ള കാര്യമല്ല. കാരണം എനിക്കിവിടെ പറ്റുകയല്ല. ഈ കേരളത്തിൽ ഇത്രയും കാലമായിട്ട് ഈ കേരളത്തിൽ നടക്കുന്ന ഒരു വ്യവസ്ഥകളെ പറ്റിയും എനിക്കറിയില്ല. കാരണം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. മെമ്പറാണ്. സന്തോഷം സന്തോഷ്. അതെ മെമ്പർ, സന്തോഷം സന്തോഷ്. എന്താ 50 വീട് വെള്ളത്തിൽ ഒലിച്ചു പോയോ? ഇതിലൊക്കെ എന്ത് സന്തോഷിക്കായിരിക്കുന്നു? ഒരു 100 വീടാകുമ്പോ വിളിക്കൂ, അതല്ലേ സന്തോഷം. സന്തോഷം സന്തോഷിന്. എന്താ ബൈക്ക് ഇടിച്ചെന്നോ? ആള് മരിച്ചോ? മരിച്ചിട്ട് വിളിക്കൂ, അപ്പോഴൊരു പെട്ടി മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലേ എന്റെ സന്തോഷം. അതെ, ആ മെമ്പർ തന്നെയാണ്. മെമ്പർ? അതെ അതെ അല്ലേ? ആ മെമ്പറാണ്. മെമ്പറെ തിരക്കി ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു. എന്റെ മെമ്പറെ 18-ാം തീയതി എന്റെ കല്യാണമാണ്. മെമ്പർ തീർച്ചയായിട്ടും വരണം. അയ്യോ, കല്യാണത്തിന് വരാൻ പറ്റിയില്ല. പഞ്ചായത്തിന്റെ കുറച്ച് കാര്യമായിട്ട് എനിക്ക് പല സ്ഥലങ്ങളിൽ പോകാനുണ്ട്. അത് പറഞ്ഞാൽ പറ്റത്തില്ല. മെമ്പർ തീർച്ചയായിട്ടും കല്യാണത്തിന് വന്നേ പറ്റത്തുള്ളൂ. മോനെ വരാൻ പറ്റത്തില്ല. പോട്ടെ, സാരമില്ല. അത് കഴിഞ്ഞ് കിടക്കുന്ന നിശ്ചയത്തിനെങ്കിലും മെമ്പർ വരണം. എന്തൊക്കെ ഈ പറയണേ? അല്ല, എവിടെ പോവാ എന്റെ മെമ്പറെ? ഞാൻ ഈ ജനിച്ചപ്പോൾ മുതൽ അമേരിക്കയിലായതുകൊണ്ട് എനിക്ക് കേരളത്തിലെ വ്യവസ്ഥിതികളും ഈ റോഡിനെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് എറണാകുളം വരെ ഒന്ന് പോകണം. എറണാകുളത്ത് പൊക്കോ. എങ്ങനെ പോകും? ബസ് വരും. എവിടെ വരും? എൻ്റെ വീട്ടിലോ? അതോ കൊറിയർ വരുമോ? അതോ പോസ്റ്റ്മാൻ ഉണ്ണി കൊണ്ടുതരും? എങ്ങനെ വരും അത് പറ. ബസ് റോഡേ വരും. റോഡേ വരുമ്പോൾ അവർക്കറിയാൻ പറ്റുമോ ഞാൻ എറണാകുളത്തിനാ പോകുന്നതെന്ന്? പിന്നെ അറിയാൻ പറ്റിയല്ലേ, കേരളം താൻ ബസ്സിൽ. ഞാൻ കയറിയാൽ അവർക്കറിയാമോ ഞാൻ എറണാകുളത്തിനാ പോകുന്നതെന്ന്? അവർക്കറിയാമോ? ഒരു കാര്യം ചെയ്യാം, ഒരു പെട്ടിക്കത്ത് അടക്കി മേളിലേക്ക് കൊണ്ടിടും. അപ്പൊ എറണാകുളത്ത് കൊണ്ട് ഇറക്കും. പെട്ടിക്കാത്തിരുന്ന എങ്ങനെ എറണാകുളത്തിന്? മണ്ടത്തര എന്നോട് പറയരുത് കേട്ടോ. പെട്ടിക്കാത്തിരുന്ന എറണാകുളത്ത് ചെല്ലാൻ പറ്റുമോ? ഇടാ മണ്ട, ടിക്കറ്റ് എടുക്കണം. എങ്ങനെ എടുക്കും ഞാൻ? പെട്ടിക്കാത്ത അല്ലേ, ഞാൻ പെട്ടിക്കാത്ത. തുറന്ന് പുറത്തിറങ്ങി പോകാലോ. പുറത്തിറങ്ങി പോയാൽ ഞാൻ എറണാകുളത്തിനാന്ന് ഇവർക്കറിയാമോ? ഈ വണ്ടിക്കാർക്ക്. അതൊക്കെ ശരിക്കും എവിടെ പോകേണ്ടത്? സത്യം പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. എനിക്ക് മണിയാറിനാ പോകേണ്ടത്. മണിയാറിനെ തിരിഞ്ഞെന്ന മണിയാറിന് എളുപ്പം വിടാ ഞാൻ. അങ്ങോട്ടോ? ഓട്. മണിയാറിനോ തിരിക്കൂ. ഓടരുത്. ഇവിടെ വാ. നീ എന്നെ കാണുമ്പോൾ ഒളിച്ചു കളിക്കണതാ? ഞാൻ ഒളിച്ചു കളിച്ചതല്ലെന്ന്. പിന്നെ ഞാൻ ഇങ്ങനെ വരാനായിട്ടുള്ളൊരു പഞ്ചിന് വേണ്ടി നിൽക്കായിരുന്നു. നീ എന്നോടൊന്ന് വല്ല പൈസ കടം വാങ്ങിച്ചിട്ടുണ്ടോ? പൈസ മേടിച്ചിട്ടില്ല. പിന്നെന്താ എന്നെ കാണുമ്പോൾ ഓടുന്നതെന്ന് പറഞ്ഞാൽ മെമ്പറിന്റെ മോളുടെ കല്യാണം ഞാനാണല്ലോ റെഡിയാക്കിയത്. ചെറുക്കം വന്ന് കണ്ടല്ലോ, പെണ്ണിന് ഇഷ്ടപ്പെട്ടു. 2 ദിവസം കഴിയുമ്പോൾ കാര്യം അറിയിക്കാന്നും പറഞ്ഞതാണ്. പിന്നെ അതിനെ ഓടിക്കളിക്കാൻ എന്തിനാണ്? അങ്ങനെയല്ല, മെമ്പറിന്റെ മോളുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്താ? മെമ്പറിന് ഒരു അനന്തരക്കാരനുണ്ട്. ആരവൻ? കള്ളം പൗത്രൻ.
ഈ മുടിഞ്ഞവൻ കാരണം എന്റെ മകളുടെ കല്യാണം മുടങ്ങണം അറിയാവാ? നടക്കില്ല, അവനുള്ളത്രയും കാലം ഈ കല്യാണം നടക്കൂല, എനിക്ക് ഉറപ്പാണ്. ഒരു കാര്യം ചെയ്യാവോ, ഇവരെ ചാക്കിൽ കെട്ടി ഇവിടെ കൊണ്ട് കളയാവോ? ഈ കളയാനായിട്ട് ഇവൻ മരപ്പെട്ടി വല്ലതും വേണം ഈ കൊണ്ട കളയാൻ. അതേ വരുന്നവൻ എവിടെ? ആ പറഞ്ഞല്ലേ, എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു. നീ എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം എന്നാ, രാവിലെ എഴുന്നേക്കണം, പല്ല് തേക്കണം, കുളിക്കണം, വല്ലതും കഴിക്കണം, പണിക്ക് പോകണം, സുഖമായിട്ട് ജീവിക്കണം. ഇത് ആരാന്ന് മനസ്സിലായത്? എന്റെ അമ്മാവൻ. എന്റെ അമ്മാവൻ. എന്റെ അമ്മാവൻ. എടാ ഈ മനുഷ്യൻ നിന്ന് ഉരുകിയാണ് ഇവിടെ നിന്നിട്ട്. ഇയാളെന്നെ ഉരുകി ഉരുകി തീരാൻ മെഴുകു തിരിയാണ്. എടാ അതല്ല, നിന്നെ ചൊല്ലി മാത്രമാണ് അദ്ദേഹം ഉരുകണത്, മനസ്സിലായോ? ഒരു രാഷ്ട്രീയ ഭാവിയുള്ള കാര്യം അറിയാവോ? ഭാവിയിലെ പ്രധാനമന്ത്രിയല്ലേ? പോടാ പിന്നെ നിന്ന്. പ്രധാനമന്ത്രി ഇടവൻ കളിയാക്കിയതാണ്. കളിയാക്കിയതാണ്. എന്താ കാര്യം? നീ കാരണം എന്റെ മകളുടെ കല്യാണം മുടങ്ങി പോയാണ്. ഞാൻ എന്ത് ചെയ്തെന്നാ പറഞ്ഞ നിങ്ങളുടെ മോള്? നിന്റെ കള്ളം പൗത്രന്റെ പെങ്ങളെ വേണ്ടെന്നാ പറഞ്ഞത് അറിയാവാ? പണ്ടെങ്ങാണ്ട് ഒരു ചെറിയ മോഷണം നടത്തി എന്ന് പറഞ്ഞ് കള്ളം പത്രം എന്നുള്ള പേര് വന്നത് എന്റെ കുഴപ്പമാണോ? ചെറിയ മോഷണം? ഇപ്പൊ മോഷിച്ചെന്നാണെന്ന് അറിയാവാ? ഇല്ല. അമ്പലത്തിലെ തിരുവാഭരണം. എന്നിട്ടാ ഇവന്റെ അമ്മ അതിനകത്തിട്ടുണ്ട്, ആ അമ്പലത്തിൽ തന്നെ ചെന്നിരുന്ന് തൊഴുകയാണ്. അങ്ങനെ പിടിച്ചാൽ അറിയാവാ? അവരന്ന് പണ്ട് അങ്ങനെ എന്റെ കട്ടപ്പോകണ്ടേ അവരെ അടങ്ങുള്ളൂ. ഞാൻ അവരെ കൊണ്ട് നടക്കിരുത്തിക്കളഞ്ഞു. ഏത് നടേനി? ഈ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ. അപ്പൊ പെങ്ങളെ കൊണ്ട് കളഞ്ഞു. നിന്റെ കള്ളപ്പേര് മാറ്റാതെ എന്റെ മകളുടെ കല്യാണം നടക്കും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്തെങ്കിലും ഒരു ഐഡിയ ഉപയോഗിച്ച് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കണം നമുക്ക്. ഇവന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഇവന്റെ പ്രശ്നം തീർക്കണം. കള്ളപ്പേര് മാറ്റണം. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവനെ പിടിച്ചകത്തിടിയല്ലേ? കാരണം ഈ നാട്ടിൽ എവിടെ മോഷണം നടന്നാലും ആദ്യം തന്നെ ഇവന്റെ വീട്ടില. അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കണം. നിന്റെ മാറ്റിയെടുക്കണം. ഇപ്പൊ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? ഇവൻ ഇങ്ങനെ കള്ളനായിട്ട് ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ആര് പറഞ്ഞു ഞാൻ കള്ളനാട്ടാ ജീവിക്കണമെന്ന്? ഞാനിപ്പോ അന്തസ്സായിട്ട് ജോലി ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കുക. എന്റെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് നിനക്കറിയാമോ? എത്ര രൂപയുണ്ട്? എന്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപ ഉണ്ടാ? കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ബുദ്ധിമുട്ടി ഉണ്ടാക്കി ഞാൻ 5 ലക്ഷം രൂപ ബാങ്ക് ഇട്ടിട്ടുണ്ട്. 5,10,900 രൂപയുണ്ട്. ഉണ്ടോ? 5 ലക്ഷം രൂപ ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ല? ഉണ്ടെന്ന്. എന്നാ കള്ളപ്പേര് ഞാൻ മാറ്റിത്തരാം. എങ്ങനെ മാറ്റും? എങ്ങനെ മാറ്റും? ഇവന്റെ 5 ലക്ഷം രൂപ എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് SID കൊടുക്കുക. എന്നിട്ട് പറയണം എനിക്ക് വഴി കിടന്ന് കിട്ടിയാണെന്ന് പറയണം. ഇയാൾ എന്ത് വർത്താനം ഈ പറഞ്ഞ അമ്മ? എന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എടുത്ത് എന്തിനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണത്? അത് ശരിയാണ് കേട്ടോ. എടാ നിന്റെ കള്ളപ്പേര് മാറ്റണ്ടേ? കള്ളപ്പേര് മാറ്റണം. അത് ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ട്. എടാ നീ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാൻ നേരത്തെ പറയണേ എനിക്ക് വഴി കിടന്ന് കിട്ടിയതാണ്, ആണ് ഞാൻ സത്യസന്ധനാണ്, ഇനി ഞാൻ ഒരു മോശമില്ല ഒന്നുമില്ലെന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് പോരുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഈ വഴി കിടന്ന് കിട്ടാനിട്ട് ഇവന്റെ ബാങ്കിൽ കിടക്കുന്ന കാശ് എങ്ങനെ വഴി കിടന്ന് കിട്ടും? അത് ബാങ്കിൽ നിന്ന് എടുക്കണം. എടുത്തുകൊണ്ട് കൊടു. ആ പൈസ തിരിച്ച് നിന്റെ കയ്യിൽ തന്നെ കിട്ടുകയും ചെയ്യും. അതെങ്ങനെയാന്ന്? ഞാനൊരു അവകാശം കൊണ്ട് വന്നിട്ട് പറയും ഇയാളുടെ പൈസ എന്ന് പറയും. തിരിച്ചാൽ നിന്റെ ഏൽപ്പിക്കുകയും ചെയ്യും. അല്ല അതുകൊണ്ട് നിന്റെ കള്ളപ്പേരും പോയി കിട്ടും, നല്ല പേരാകും, പൈസ നിന്റെ ഇരിക്കും. സൂപ്പർ അത് മനസ്സിലായില്ലെന്ന്. അത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പൈസ ഇറക്കണം. പൈസ ഇറക്കി കളിച്ചെങ്കിലും വിജയിക്കുള്ളൂ. നിന്റെ പേര് മാറി കിട്ടും. അപ്പൊ ഞാൻ ഈ പൈസ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം. എന്നിട്ട് കളഞ്ഞിട്ടെന്ന് പറയണം. അപ്പൊ SI എന്ന് MLA പറയുന്നു, MLA മന്ത്രി അറിയിക്കുന്നു, നിനക്ക് ഗംഭീര സ്വീകരണം, മന്ത്രി വന്ന് പൊന്നാളടിയുന്നു, നിന്റെ ലെവല് മാറോ. പിന്നെ അങ്ങനെയാണ് ഞാനൊരു പണി ചെയ്യാം. നാളെ രാവിലെ 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം. SI കൊടുക്കണം. കൊടുത്തിട്ട് പറയാം വഴി കിടന്ന് കിട്ടിയതാണ്, എന്നെ സത്യസന്ധത തെളിയിക്കാൻ പോകുന്നത് പറയാം. ഒരു കാര്യം ചെയ്യ്, നീ പോയി നാളെ വാ. ശരി, ഞാൻ പഞ്ചായത്ത് വരെ പോട്ടെ. ഇതിന് അവകാശം വേണമല്ലോ. ഇതിനൊരു അവകാശം വേണ്ടേ? അവകാശം ഉണ്ടല്ലോ. എവിടെ? ആര്? പോലീസ് സ്റ്റേഷനേക്കാൾ പോണത്. ഈ പോലീസ് എന്ന് പറഞ്ഞ ആരാ? ഇവിടുത്തെ SI ആരാന്ന് പറഞ്ഞിരിക്കണം. ആരാ? എന്നെ കണ്ടു കഴിഞ്ഞാൽ നീ എവിടെയായിരുന്നു? നിന്നൊന്ന് കാണാൻ കാത്തിരിക്കണില്ല എന്ന് പറഞ്ഞിരിക്കണാണ് ഈ SI. കണ്ടു കഴിഞ്ഞാൽ മെമ്പർ വരേണ്ട കാര്യം ഇല്ല, ഞാൻ നോക്കിക്കോളാം എന്റെ കാര്യം. അതുപോലെ രമേശൻ നായരെ പേടിപ്പിക്കുന്ന കേസാണത്. ഏത് ഇത്? അത് പേടിപ്പിക്കാനായിട്ടല്ലേ ഞാൻ അങ്ങോട്ട് പോണത്. ആണാ? എന്നാ നാളെ പറ്റിക്കരുതേ. ഇല്ല പറഞ്ഞ പോലെ ഞാൻ കറക്റ്റ് സമയത്തോടെ ഉണ്ടാവും. പേര് ഞങ്ങൾ കളഞ്ഞിരിക്കണം. സാറേ നമസ്കാരം. നമസ്കാരം സാറേ എന്റെ പേര് സിന്ധു എന്നാണ്. നല്ല പേരാണല്ലോ. എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. എന്നെ കുറിച്ചാ? സാറിനെ കുറിച്ച് നാട്ടുകാർക്ക് ഉണ്ട് പരാതി, എനിക്കില്ല സാറേ. വന്ന കാര്യം സാറേ എന്റെ ഭർത്താവിന് 10 മാസം. ഭർത്താവിന് 10 മാസമായ? ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഗൂഗിളിൽ സെർച്ച് നോക്കിയാലോ? എന്റെ പൊന്ന് സാറേ അതല്ല, എന്റെ ഭർത്താവിനെ 10 മാസമായിട്ട് കാണാനില്ല. ഭർത്താവിനെ 10 മാസമായിട്ട് കാണാനായിട്ട് ഇപ്പഴാണ് ഒന്ന് പരാതി പറഞ്ഞത്? അത് സാറേ ഇടക്ക് രാത്രിയൊക്കെ പുള്ളി വരുമായിരുന്നു, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതും ഇല്ല സാറേ. പുള്ളി സ്ഥിരം സന്ദർശകനല്ല, വല്ലപ്പോഴും മാത്രം സന്ദർശിച്ചോണ്ടിരിക്കുള്ളൂ അല്ലേ? നാടോടി പ്രേമിയാണ്. അതെ, അപ്പൊ ഈ പുള്ളിയെ കണ്ടെത്താന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. ഈ കക്ഷിയാൾ എങ്ങനെ ഇരിക്കും? അങ്ങനെയൊന്നുമില്ല സാറേ, ഇങ്ങനെ ഇരിക്കും, ഇടക്ക് സാറ് ഇരിക്കണ പോലെ ഇരിക്കാറുണ്ട്. എന്റെ കൊച്ചതല്ല പറഞ്ഞത്. പിന്നെ ഈ കക്ഷിയെ കാണാൻ എങ്ങനെയാണ്? ആളുടെ രൂപം എങ്ങനെയാണ്? നല്ല വെളുത്തിട്ട് കട്ട മീശ കട്ട പിരികൊക്കെ ആയിട്ടുള്ള ഒരാളാണ്, കട്ട താടിയൊക്കെ ഉണ്ട്. കട്ടപ്പ? അയ്യ കട്ടപ്പല്ല സാറേ, കട്ടപ്പൊക്കെ മുടിയില്ലല്ലോ.
മുടിയല്ല. എന്റെ ഭർത്താവിന് നല്ല കട്ട മുടിയുണ്ട്. ഇത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, കൊച്ചിന് മനസ്സിലായിട്ടതാണ്. ഈ പുള്ളിയെ കാണാൻ എങ്ങനെയിരിക്കും? ഫോട്ടോ വല്ലതും ഉണ്ടോ? ആ ഫോട്ടോ ഉണ്ട് സാറേ. ഫോട്ടോ തരൂ. ആ ഇത് മതി. ഇതെന്താണ് ഭർത്താക്കന്മാരെ ഹോൾസെയിലായിട്ട് കൊണ്ട് നടക്കണം? അല്ല സാറേ, ഇത് ഹിന്ദി സിനിമയുടെ ഷാരൂഖ് ഖാൻ അല്ലേ? സാറ് എന്തായാലും ഭർത്താവിനെ കണ്ട് പിടിക്കുമല്ലോ. അങ്ങനെ പിടിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരാളും മതി. എനിക്ക് അങ്ങനെ എടുത്തെടുത്ത് മതിയായി. ഇതാവുമ്പോ എന്നെ എടുത്തോളൂല്ലോ. കുട്ടിയുടെ പേര് സിന്ധു എന്നല്ല, ക്രിമി ടോമി എന്നാ. ഒരു പണി അന്വേഷിക്കാൻ കണ്ടുപിടിക്കാട്ടാ. ഇത് കൊണ്ടായിക്കാം. അപ്പൊ സാറിന് കണ്ടുപിടിക്കണ്ടേ? എന്റെ കൊച്ചെ ഷാരൂഖ് ഖാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ കണ്ടുപിടിച്ചോളാം. കണ്ടുപിടിക്കണേ കണ്ടുപിടിച്ചോളാം. വേറെ ഉണ്ട് വേണം. സൽമാനൊക്കെയാണ് കൊണ്ടുപോയത്. വെറുതെ അല്ല ഈ കൊച്ചിന്റെ ഭർത്താവ് നാടോട്ട് പോയത് മനുഷ്യനെ വന്ന കിടത്താനായിട്ട്. സാറേ, കള്ളം പവിത്രൻ. അയ്യോ സാറേ, എന്നെ കള്ളാന്ന് വിളിക്കല്ലേ സാറേ. എന്നാ പിന്നെ പുണ്യാളാന്ന് വിളിക്കാം. അയ്യോ അതല്ല സാറേ, ഞാനിപ്പോ പണിക്ക് പോകുന്നുണ്ടല്ലോ. പണിക്ക് പോകുന്നുണ്ടോ നീ? പണിക്ക് പോയിട്ട് അന്തസ്സായിട്ട് ജീവിക്കുക. ആണാ? ഞാൻ ഇന്ന് രാവിലെ പണിക്ക് പോയിട്ട് ഞാൻ സാറിനെ ഒരു തൊണ്ടി ഏൽപ്പിക്കാൻ വന്ന. എടാ തെണ്ടി സ്റ്റേഷനിലാണ് തുണ്ട് കൊണ്ടുവരുന്നത്. തൊണ്ടിയല്ല, തൊണ്ടി മുതൽ. തൊണ്ടി മുതൽ. തൊണ്ടി മുതലാ? തൊണ്ടി മുതൽ. ഞാൻ രാവിലെ പണിക്ക് പോകാനായിട്ട് ആ ചായക്കട അവിടെ വഴി പോവുകയായിരുന്നു. അന്നേരം അവന്റെ വാതിക്കെ കിടന്നു ഒരു പൊതി കിട്ടി. അത് തുറന്നു നോക്കിയപ്പോ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപ കിടന്നു കിട്ടി. സാർ ഇതിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കണം. എന്നിട്ട് എന്റെ സത്യസന്ധത തെളിയിക്കണം. എന്നിട്ട് പറഞ്ഞണം സത്യസന്ധം പൗത്രം തന്നാന്ന് പറഞ്ഞു. പാക്കറിന്റെ കടയുടെ ഇവിടെ കിടന്ന് കിട്ടിയതാ. നീ ഇത് എവിടുന്ന് മൂട്ടിച്ചാണത്? എന്റെ പൊന്നു സാർ, മൂട്ടിച്ചാണ് എനിക്ക് ഇതിവിടെ കൊണ്ട് തരേണ്ട കാര്യമുണ്ടോ? ഒരു പണിയാം. ആ, ഇതിപ്പോ അവകാശികളും ആരും വന്നിട്ടില്ല, പരാതിക്കാരും വന്നിട്ടില്ല. അത് പറയേ വരും. അവര് അല്ല വരുമല്ലോ, ഇത് പോയിട്ടുള്ളവർ വരാണ്ടിരിക്കില്ലല്ലോ. അവര് വരട്ടെ, അവർ വരട്ടെ, വന്നിട്ട് നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാൻ പോയിട്ട് വരട്ടെ? ഏയ് ഇവിടെ അല്ല സാർ, ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നേ? ഇവിടെ ഇരി. അല്ല സാർ, ഞാൻ ചോദിക്കട്ടെ. ആ. ഞാനേ ഈ പോയിട്ട് പണിക്ക് പോയിട്ട് വൈകുന്നേരം വന്നാ പോരെ? നീ ഇവിടെ മാറിയിടാ. അതല്ല സാറേ. നീ അവിടെ മാറിയിരി. സാർ ഞാനിത് നീ എന്താ കറങ്ങിക്കൊണ്ടിരിക്കുന്നു? വാ അങ്ങോട്ട് വാ. അവിടെ ഇരി, അവിടെ ഇരി. കൊണ്ടില്ല. പിന്നെ കൊണ്ടില്ല. നീ അഭ്യാസം വല്ല പഠിച്ചിട്ടുണ്ടോ നീ? കുറച്ചൊക്കെ. ഈ പോലീസ് സ്റ്റേഷനിൽ കയറുന്ന അഭ്യാസം കാണിക്കണം. അമ്മാവാ, ഒരു കോപ്പിൽ ഐഡിയ. അല്ല വേറെ ആരും പറഞ്ഞ. വരട്ടെ, അവകാശികൾ വരട്ടെ. വരും സാറേ, വരട്ടെട്ടാ. വരും. നമസ്കാരം മെമ്പറേ. നമസ്കാരം. നമസ്കാരം. എന്താണ്? അത് ഈ രമേശൻ നായരുടെ ഒരു ആവേശത്തിന് വന്നതാണ്. ഒരു ആവശ്യത്തിന് വന്നതാണ്. അപ്പൊ ഈ രമേശൻ നായർ ഇങ്ങനെ അറിയിക്കും. അറിയില്ലേ? അറിയില്ലേ രമേശൻ നായര? ആരാണ്? ആള് മാറിപ്പോന്ന്. അത് നിനക്കറിയാം? അല്ല എനിക്ക് അങ്ങനെ ഞാൻ ഹലോ, പെട്ടെന്ന്. ആരാ മനസ്സിലായത്? ഇത് രമേശൻ നായർ. നായരാണോ പുള്ളി? കണ്ടറിയില്ലേ? കരിഞ്ഞില്ലത്തെ നായര. ആ, അതെ. അതായത് ഈ രമേശൻ നായരുടെ 5 ലക്ഷം രൂപ എവിടെയോ കളഞ്ഞു പോയി. ഞാൻ പറഞ്ഞല്ലോ. അല്ല അത് 5 ലക്ഷം രൂപ കളഞ്ഞു പോയി. അത് എവിടെ നിന്നും കണ്ടുപിടിച്ച് കൊടുക്കണം. മരുന്ന് രമേശൻ നായർ ഒന്ന് 5 ലക്ഷം രൂപ കളഞ്ഞുപോയി. പറ്റിപ്പോയി. എൻ്റെ എവിടെ വെച്ച് പോയി? എവിടെ വെച്ച് പോയി? എവിടെ വെച്ച് പോയി അത് പറ. നിങ്ങൾ പടി പടി. ഏത് പടി? ഏത് പടി വെച്ച് പോയി? ഈ അമ്പലത്തിന്റെ പടി. അമ്പലത്തിന്റെ പടിയാ? ശിവന്റെ നട. ശിവന്റെ നട. അമ്പലത്തിൽ ഇപ്പൊ ശിവന്റെ കടയിലാ. കയ്യിന്ന് പോയേട്ടാ. ഇതെന്താണ് നിങ്ങൾ പൊട്ട കളിക്കുന്ന കാര്യം പറഞ്ഞത്? എവിടെ വെച്ച് പോയി എന്ന് പറ. ശിവന്റെ കടയല്ല, ശിവന്റെ നട, സുബ്രഹ്മണ്യന്റെ നട, അയ്യപ്പന്റെ നട, ഇങ്ങനെ ഒരുപാട് നടയില്ലേ? അതിലൊരു നടയല്ലേ? നീ ഇത് എവിടെ വെച്ച് പോയി എന്ന് പറഞ്ഞത്? പാക്കരന്റെ നട. കട, ശിവന്റെ കട. പാക്കരന്റെ കട. അവന് ശിവന്റെ കട വെച്ച് പൈസ പോയി എന്ന് പറഞ്ഞപ്പോ നീ പാക്കരന്റെ കട അവിടെ വഴി പോകാലോ. അതെ, എപ്പോഴാ പോയത്? നീ പൊട്ടങ്ങൾ കണ്ടു പറഞ്ഞ എപ്പോഴാ പൈസ എപ്പോഴാ പോയത് പറ. ഈ ഇതായിരുന്നു പറയടാ, നീ പൊട്ടങ്ങൾ കണ്ടു പറ. എവിടെ 12 മണിക്ക് 12 മണിക്ക് പോയി. 12 മണിക്ക് രാത്രി പോയി. രാവിലെ എപ്പോഴാ പൈസ എപ്പോഴാ പോയി എന്ന് പറ. ഉച്ചക്കായിരുന്നു. ഉച്ചക്ക സംഭവം. ഉച്ചക്ക് 12 മണിക്ക് നിന്റെ കയ്യിൽ 5 ലക്ഷം രൂപ പോയി. ഈ ഉച്ചക്ക് 12 മണിക്ക് നീ എന്താ അമ്പലത്തിൽ പോയത്? സാറ് അതെ, ഉച്ചക്ക് നടയിട്ട് അടച്ചിരിക്കുമല്ലോ. അപ്പൊ ഇവന് ഈ ശിവനെ കണ്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. ശിവനോട് വ്യക്തിപരമായിട്ട് നിനക്ക് എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ ഉച്ചക്ക് മീൻ മേടിക്കാൻ പോയി.
ഏത് അമ്പലത്തിലാണോ മീൻ കൊടുക്കണത്? അയ്യോ, അത് ഈ അമ്പലത്തിന്റെ ഇങ്ങനെ കൂടി ഒരു വഴിയുണ്ട്. നീ എന്തൊക്കെയാണ് പറഞ്ഞ തെളിച്ച് പറ. ഇത് കയ്യിൽ നിന്ന് പോയിരിക്കുന്നു എന്താണ് നീ നീ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഞാനൊന്ന് പഞ്ചായത്ത് വരെ പോയിട്ട് ഒന്ന് പഞ്ചായത്ത് മെമ്പർ എവിടെ മുള്ളാണ്ട് മാറുന്നേ? ഇവിടെ എന്തോ ഒരു ചുറ്റികൾ ഉണ്ട് ഇവിടെ. അതെ അതെ, നിനക്ക് 12 മണിക്ക് അമ്പലം നട വെച്ച് എന്റെ കയ്യിൽ നിന്ന് കാശ് പോയി. ഈ 5 ലക്ഷം രൂപ നിനക്ക് എവിടുന്നാ കിട്ടിയ? എന്തെങ്കിലും പറയുമ്പോ ആലോചിക്കാതെ കാര്യം പറ. ചിട്ടി 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 പിടിച്ച് കിട്ടി, ചിട്ടി പിടിച്ച് കിട്ടി. നിനക്ക് 5 ലക്ഷം രൂപ ചിട്ടി പിടിച്ച് കിട്ടി. ഈ ചിട്ടി നീ എവിടുന്ന് എടുത്തേ? എന്താണ് ചിട്ടി കൊടുത്തു തുടങ്ങി? സാറേ അതെ KSFE KSFE ചിട്ടി എടുത്തു. അതെ, ഈ KSFE ചിട്ടി എടുക്കുമ്പോ ഒരാൾ ജാമ്യം നിക്കോല. അങ്ങനെ ആരെങ്കിലും ജാമ്യം നിന്നായിരുന്ന? ആരാ ജാമ്യം നിന്നാരാ? മെമ്പർ ജാമ്യം നിന്നു. മെമ്പറാണ് ജാമ്യം നിന്നത്. മെമ്പർ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ KSFE ചിട്ടി എടുക്കുമ്പോണ്ടല്ലോ സർക്കാർ ജോലിക്കാരാണോ ജാമ്യം നിൽക്കാൻ? മെമ്പർ സർക്കാർ ജോലിക്കാരനാണോ? ജാമ്യം നിന്നില്ല, ജാമ്യക്കാരൻ ഒപ്പിച്ചു കൊടുത്തു. ജാമ്യക്കാരൻ ഒപ്പിച്ചു കൊടുത്തു. ജാമ്യക്കാരൻ ഒപ്പിച്ചു തന്നതാണ്. അപ്പൊ ആരായിരുന്നു ആ ജാമ്യക്കാരൻ? ഈ ജാമ്യമായിരുന്നല്ലോ. ജാമ്യമായിരുന്നു. ആരായിരുന്നു? സർക്കാർ ആശുപത്രിയിലെ വക്കീല്. സർക്കാർ ആശുപത്രി വക്കീല്. സർക്കാർ ആശുപത്രിയിലെ വക്കീലാ? സർക്കാർ ആശുപത്രിയിലെ സാർ. സർക്കാർ ആശുപത്രിയിലെ സാർ നിങ്ങൾ എന്താണ് ഈ പറഞ്ഞത്? സർക്കാർ സ്കൂളിലെ ഒരു മാഷ്. സർക്കാർ സ്കൂൾ ഒരു മാഷ് കൊണ്ടായിരുന്നു. മാഷിന്റെ പേര് ചാക്കോ മാഷ്. ചാക്കോ മാഷ്. ഈ പുള്ളി ഡ്രില്ലാണ് പഠിപ്പിക്കുന്നത്, കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നത്. പേര് കേട്ടറിയാമല്ലേ? കണക്കാണ്. ചാക്കോ മാഷാണ് അപ്പൊ നിനക്ക് ചിട്ടിയെടുക്കാൻ ജാമ്യം നിന്നത്. ഈ ചാക്കോ മാഷ് നമ്പർ എന്ന് പറഞ്ഞേ. ചാക്കോ മാഷ് നമ്പർ പറ. ഈ ചാക്കോ മാഷിന്റെ നമ്പർ അല്ലേ? നമ്പർ പറ. നമ്പർ പറ. എടുത്ത് സെറ്റ് ചെയ്ത് കറക്റ്റ് പറ. നമ്പർ പറ. 9846 തുപ്പല്ലേ? കറക്റ്റ് ആയിട്ട് അടിച്ചോട്ടാ. മാറാ. എന്റെ നമ്പറാ കൊടുത്തത്. ഹലോ ഹലോ ഹലോ, സർക്കാർ ആശുപത്രിയിലെ മാഷല്ലേ? ആര്? സർക്കാർ സ്കൂളിലെ മാഷല്ലേ? അതെ അതെ അതെ, ഞാൻ സബ് ഇൻസ്പെക്ടർ അശോക് കുമാർ. മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കണ്ടോണ്ടിരിക്കുകയാണല്ലോ. കണ്ടോണ്ടിരിക്കുകയാണോ? അതെ മാഷേ, ഞാൻ വിളിച്ചതേ മാഷി KSFE ചിട്ടെടുക്കുമ്പോൾ ആർക്കെങ്കിലും ജാമ്യം നിന്നായിരുന്നാ? നിന്നു. രമേശൻ നായർക്ക്. രമേശൻ നായർക്ക് നിന്നു. പക്ഷെ സാർ എന്ത് ചെയ്യാനാണ്? അവനെ 5 ലക്ഷം രൂപ എവിടെ കൂടെ കളഞ്ഞ്. അതെങ്ങനെ മനസ്സിലായി? ഊഹിക്കാമല്ലോ. ഊഹിച്ചതാണ്. താഴെ പോയ ഫോൺ പൊടി 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 അത് ഊതിക്കളയണം. ഫോൺ വിളിച്ച് കിട്ടിയ സാറേ? കിട്ടും കിട്ടും കിട്ടും. 3 പേരും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്ന് നാടകം കളിച്ചോണ്ടിരിക്കണം. എന്താ? നീ വെറുതെ ഇരിക്കുന്നു. ഞാൻ ഇരുത്താൻ. ഞാൻ 3 പേരും കൂടി ഇവിടെ നാടകം കളിച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ എവിടുന്ന പൈസ ഇട്ടത്? വെള്ളം തരുമോ? നീ വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചിട്ട് പറ. എവിടുന്ന പൈസ ഇട്ടെന്ന് പറ. വെള്ളം കുടിച്ചിട്ട് പറ. എവിടുന്ന് കിട്ടിയെന്ന് പറ. വെള്ളം കുടിച്ചോ? നല്ലതായിരിക്കും. കുടിക്കും. എവിടുന്നാ പൈസ കിട്ടിയെന്ന് പറ. പറ. എവിടുന്നാ പൈസ കിട്ടിയത്? കുടിക്കും. എല്ലാരും കുടിക്കും. ഇനി പറ. എവിടുന്നാ പൈസ കിട്ടിയത്? ഇവിടെ വെച്ചായിരുന്നല്ലേ? എവിടെ വെച്ചിട്ട്? ഇവിടെ വെച്ചിട്ടാ? എന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. സത്യം പറ. ഈ നിൽക്കുന്നത് എന്റെ പെങ്ങടെ മകനാണ്. ഈ കള്ളം പവിത്രൻ. അതെ. അപ്പൊ ഇവൻ കാരണം എന്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല. എല്ലാം മുടങ്ങി പോവാ ഇവന്റെ ഈ കള്ളപ്പേര് കാരണം. അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയ ഒരു ഐഡിയ ആണ് ഈ 5 ലക്ഷം രൂപ കൊണ്ട് സാറിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കള്ളപ്പേര് മാറി കിട്ടും. അതായത് അമ്മാവനും അനന്തരവനും കൂട്ടുകാരനൊക്കെ കൂടിയിട്ട് 5 ലക്ഷം രൂപ ഇവിടെ സത്യസന്ധമായിട്ട് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. പക്ഷെ പൊളിഞ്ഞു പോയി. ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ ഇരിക്കുന്ന 5 ലക്ഷം രൂപ ഇത് എവിടുന്ന് കിട്ടി? പണിയെടുത്തുണ്ടാക്കിയവൻ. ഇവനാ? ഇവൻ പണിയെടുത്തുണ്ടാക്കിയ പൈസ മാറിക്കേ. എവിടുന്ന് കിട്ടാ ഈ പൈസ? സത്യം പറ. എന്താ കാണിക്കാം? നീ ഇപ്പൊ എന്തേ കാണിച്ചേ? അല്ല, ഞാൻ സത്യം പെട്ടെന്ന് മിമിക്രി കളിക്കണം. നീ ഇത് മിമിക്രി കാണിക്കാൻ വന്നാണോ? നീ പറ. സത്യമായിട്ട് പറ. ഈ പൈസ നിനക്ക് എവിടെ കിട്ടത്? ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വേല ചെയ്ത് പൈസ നിനക്ക് എവിടെ കിട്ടിയ? കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടി പറയാ പൈസ കിട്ടത്? ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മോട്ടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഈ പൈസ അങ്ങനെ ഇങ്ങനെ വന്നല്ല, മോട്ടിച്ച പണമാണ്. ഇനി ഒറ്റ കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. നീ ഇത് എവിടുന്ന് മോട്ടിച്ചു?
താഴെപ്പറമ്പിൽ സന്തോഷിന്റെ വീട്ടിൽ നിന്ന്. താഴെ പറമ്പിൽ അത് ഞാനല്ലേ മെമ്പറെ പണമാണിത്. എടാ കാലമാടാ, എന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുണ്ടൊക്കെ കാശാണ് നീ കട്ടോണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഏതായാലും മെമ്പറാ രക്ഷപ്പെട്ടത്. എനിക്ക് ഇപ്പൊ സമാധാനം. സാറേ ഞാൻ ഒരു കാര്യം പറയും, ഇങ്ങോട്ട് വന്നേ. ഈ മെമ്പർ എന്തിനാ ഇവിടെ വിളിച്ചോണ്ട് വന്നെന്ന് മനസ്സിലായ? ഈ അനന്തരവന്റെ പേര് മാറ്റാനായിട്ടാ, ഈ കള്ളം പത്രന്റെ പേര് മാറ്റാൻ. ഇപ്പൊ ശരിക്കും പേര് മാറിയതാരാ? ഈ മെമ്പറുടെ പേര് എന്താ? മെമ്പറുടെ പേരെന്താണ്? സന്തോഷം സന്തോഷ്. ഇപ്പൊ സന്തോഷമല്ല, സങ്കട സന്തോഷ്. അയ്യോ കോമിക് റൈഡേഴ്സ് നമ്മളെ വീണ്ടും ഒരിക്കൽ കൂടി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിരിക്കുകയാണ്. പൊളിച്ച് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ നല്ല രസമുള്ള ഒരു സ്കിറ്റായിരുന്നു. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ. ബിൻചേട്ടാ, അടിപൊളി സ്കിറ്റാന്ന് പറയണ്ടല്ലോ, അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യന് ഒരു ഇരട്ടപ്പേര് വീണ് കഴിഞ്ഞാൽ അത് പോകില്ല, ഒരിക്കലും ജീവിതകാലത്ത് പോകില്ല, പോകാൻ നടക്കുകയില്ല. കാരണം ഞങ്ങൾ ഒരു ചേട്ടനെ അന്വേഷിച്ച് ചെല്ലുകയാണ് ഒരു സ്ഥലത്ത്. ചെന്ന് കഴിഞ്ഞിട്ട് ആ പുള്ളിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ട് അച്ഛൻ സിറ്റിയിലുണ്ടാവും. ആ ശരി, സിറ്റിയിലുണ്ടാവും അല്ലേ? അല്ല അച്ഛനെ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പം മോൻ പറയാ സിറ്റി ചെന്നിട്ട് കങ്കാരു ഏതാന്ന് ചോദിച്ചാൽ മോൻ പറയാ കാരണം അവനറിയാം അച്ഛൻ്റെ ഇരട്ടപ്പേര് ഇതാന്ന് എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു ഇരട്ടപ്പേര് വീണ് കഴിഞ്ഞാൽ അത് പോകില്ല. പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളം എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും നേരാവില്ല, അത് നുണയായിരിക്കും. ഇതിന് കണക്ഷൻ ഉണ്ടാവില്ല. കള്ളത്തിന് നേരുണ്ടാവില്ല, തുടക്കം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്നു, നമ്മൾ ആലപ്പുഴ വന്ന് ഭക്ഷണം കഴിച്ചു, ചോറുണ്ടു, പിന്നെ കൊല്ലത്ത് വന്ന് ചായ കുടിച്ചു, ഇവിടെ വന്നു, ഇവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ വന്നു എന്നുള്ളത് സത്യമാണ്. അത് നുണ പറയാൻ പറ്റില്ല. അത് നുണയാണെങ്കിൽ കൊല്ലത്ത് വന്ന് ചായ കുടിച്ചത് ആലപ്പുഴ വന്ന് ഊണ് കഴിച്ചതാവും. എന്തെങ്കിലും ഒരു കണക്ഷൻ മിസ്സാവും എന്ന് പറഞ്ഞ പോലെയാണ്. കറക്റ്റാണ്. പോലീസ് സ്റ്റേഷനിലൊന്നും കയറി നുണയൊന്നും പറയല് നടക്കില്ല. എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു, നല്ല ഗംഭീരമായിരുന്നു. കറക്റ്റ് ആർട്ടിസ്റ്റ് കാസ്റ്റിങ് ഓക്കെ ആയിരുന്നു. കാരണം ഒരു കള്ളൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് കള്ളൻ്റെ ഷേപ്പുള്ള ഒരാളാണ് കള്ളൻ അല്ലേ? സാധാരണ കള്ളന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. കാരണം അവരെ പിടിക്കൽ നടക്കില്ല. അവർ ഈ മതിലടി അപ്പുറത്തെ കവുങ്ങ കയറി അപ്പുറത്തെ തെങ്ങ കയറി രണ്ട് തേങ്ങയുടെ ഇട്ട് അപ്പുറത്തെ മതിലേ കയറി വിട്ടുപോകും. ആ രീതിയിൽ ശാരീരിക യോഗ്യതയുള്ള ആളുകളായിരുന്നു. എല്ലാം പക്കയായിരുന്നു. അടിപൊളി സ്കിറ്റായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, സൂപ്പർ. കൂടുതൽ ഇഷ്ടപ്പെട്ട എൻ്റെ തീമാണ്. അതായത് നമ്മൾ അവർ ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ ഓർത്ത് ചിരിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ആ സ്കിറ്റ് കാര്യങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് ഈ കള്ളം പറഞ്ഞ് ഈ അഭിനയിച്ച് ഇങ്ങനെ കിടന്ന് കപ്പാട് വെട്ട് ആ പൈസ കളയേണ്ട വല്ല കാര്യമുണ്ട് നമുക്ക് ആലോചിച്ചു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ സ്കിറ്റ് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ചിരി വന്നുകൊണ്ടിരിക്കും. സാഹചര്യം നമുക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് നമ്മൾ ചിരിച്ചുകൊണ്ടേയിരിക്കും. നല്ല സ്കിറ്റായിരുന്നു, അടിപൊളി സ്കിറ്റായിരുന്നു. അപ്പോൾ ഈ അടിപൊളി സ്കിറ്റിന് എത്ര സ്റ്റാർസ് കൊടുക്കുമെന്ന് നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം. ഓഡിയൻസ്, എത്ര സ്റ്റാർസ്? നമ്മുടെ ഓഡിയൻസ് ഇവരുടെ ഇന്നത്തെ പെർഫോമൻസിന് കൊടുത്തിരിക്കുന്നത് 4 സ്റ്റാർസ് ആണ്. ഒപ്പം ഇവർക്ക് സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് പരക്കാട് ജ്വൽസ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നെൽസൺ ചേട്ടനെയും ബിനു ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് കോമഡി മസാലയുടെ വേദിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. സ്പെഷ്യൽ പെർഫോമൻസുമായി വേദിയിലേക്ക് എത്തുന്നു അഭിലാഷ്. അഭിലാഷേ, എന്തുണ്ട് വിശേഷം? മൂവാറ്റുപുഴയില് നല്ല വിശേഷം. മഴയൊക്കെ ഉണ്ട്, അങ്ങനെ പോകുന്നു. കേരളത്തിൽ എല്ലായിടത്തും ഉള്ള പോലെ അതോ അതിന് കുറച്ച് കൂടുതലാണോ? കുറച്ച് കൂടുതലാണ്, ഉണ്ടായിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അഭിലാഷ് നമുക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. എന്താണത്? ഞാൻ കുറച്ച് സിനിമാ താരങ്ങളുടെ ശബ്ദം അനുകരിക്കാം. താരം മമ്മൂട്ടി പറഞ്ഞൊരു സംഭാഷണം ദി കിങ് എന്ന സിനിമയിലെ ആ സംഭാഷണം നമ്മുടെ മാമുക്കോയെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും നോക്കാം. അക്കങ്ങൾ അച്ചടിച്ചൂട്ടിയ പുസ്തകത്താണെന്നും ഓം പഠിച്ച ഇന്ത്യയല്ല, അനുഭവങ്ങൾ ഇന്ത്യ. കോടിക്കണക്കിനായ പട്ടിണിക്കാരെ, നിരക്ഷരെ, കൂട്ടിക്കൊടുക്കുകാരെ, തോട്ടികൾ ഇന്ത്യ. ഇന്നലെ ഓൺലൈൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് സെൻസ് വേണം, സെൻസ് കിട്ടണോ? പഠിച്ചോനെ എന്താണ് എഴുതി വെച്ചിട്ട് എഴുതി പോണെങ്കിൽ എല്ലാവർക്കും നന്ദി.
അത് കൊള്ളാം. എന്താ എഴുതി വെച്ചിരിക്കണ രഞ്ജി പണിക്കർ? ചേച്ചി ജനാർദ്ദൻ ചേട്ടൻ്റെ ഒരു പഴയ വോയിസ് ആ കോമഡി. ഓക്കെ. ഓ എടാ എടാ എന്തോ നീ സിനിമേതാരമായി ഒരു പിസലട് തുറക്കുമ്പോ പിന്നെ അധികോട് അധികാരിക്കണം കേട്ടോടാ. കൊക്കിന് വെച്ചത് ചക്കിന് വെച്ച പോലെയായി. എടാ രാമ നിക്കടാ അവിടെ. ഓ നീ പൊന്നപ്പനല്ല തങ്കപ്പൻ തങ്കപ്പൻ തനി തങ്കമല്ലേ. അടിപൊളി അടിപൊളി. Yes, ചേച്ചി Didi. അടുത്തത് നമ്മുടെ മിമിക്രിയുടെ സിനിമയിൽ ദിലീപേണ്ട ഒരു വ്യത്യസ്തമായ ഒരു വേഷം ഞാനിവിടെ ചെയ്യാം. ആ അദ്ദേഹത്തിന്റെ കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ വിമൽ കുമാർ ഓക്കെ. ഒരുപാട് ഇഷ്ടമുള്ളതാണ് എല്ലാവർക്കും. അന്ന് ഇവിടെ അവതരിക്കും. ഓക്കെ. എല്ലാരും വിളിക്കുന്ന പേരെ കുഞ്ചണ്ട, പക്ഷെ ഞാട്ടിക്ക് പറയേ വിമൽകുമാറിന ആരാത്? ഓ എന്റെ നിലാണോ ചവിട്ടിക്കിട്ട് കുഴയ നാശം. ഈ പണ്ടാരപ്പള്ളി പിന്നെ പോകി. ഓ തേച്ച് വെച്ച് കുടുംബം വെളുത്തതാ തോന്നേ. ഉമ്മാക്കറിയോ ചില വീട്ടിലൊക്കെ പെണ്ണുകാണാൻ ചെല്ലുമ്പോളേ അവളെ കുട്ടികൾ പറയും പല്ല് പൊക്കിയതാ കാണാൻ കൊള്ളാതൊക്കെ. അവ ചില കുട്ടികൾ പറയേ കൂരൻ്റെ അടുത്ത് പറയുമ്പോഴല്ലോ ഉമ്മ എൻ്റെ ഉള്ളി ഇത് ഒരു ദണ്ടല തൊഫറ്ററിയോ ഉപ്പാടെ പോൾ മരിച്ചു വിതാ. ഞാനെങ്ങനെ പറയാ തല്ലല് മാസമുണ്ടാ ചിങ്ങമാസോ വന്ന് കയറ. അപ്പൊ ഞാനങ്ങോട്ട് ഗുഡ് ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അതുപോലെ നമ്മുടെ ജഗദീച്ചേൻ്റെ ഒരു വോയിസ് ആ ചെയ്യാം. അറിയാ പാടാണ്ട് ചോദിക്കുക താൻ ആരുവാടെ എത്തോന്ന് വിറ്റാൻ പറ്റിക്കുന്ന തുറക്ക് പറ്റാ കിട്ടിയാലൂട്ടി അല്ലെങ്കിൽ ചട്ടി ഒത്ത് പായ്ക്കട തുറക്കട്ടെ കൊച്ചേ തിരുവേദി രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ ഈ കാട്ടിലൂടാണല്ലോ. ഈ പാട്ട് കേട്ടാ ആരും കൈയടിക്കില്ല എനിക്കറിയാം. അതുകൊണ്ട് ഒരു ന്യൂ ജനറേഷൻ പാട്ട് തന്നെ പിടിച്ചോ. ആൾക്കാർ വേണ്ടേ പലതും തായോ പാലത്തിലൂടെ വലുതു വായോ. ആൾക്കാർ വേണ്ടേ പലതും തായോ പാലത്തിലൂടെ രാജ്യത്ത് വായോ. അതുപോലെ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ജഗദീഷേൻ്റെ വോയിസ് എന്ന് അനുകരിക്കുകയാണ്. കുട്ടി കാര്യമായിട്ട് പറഞ്ഞാണോ അത് തമാശയായിട്ട് പറഞ്ഞാണോ? എൻ്റെ കണ്ണ് കണ്ടിട്ടാണെങ്കിൽ എൻ്റെ ബാപ്പാൻ്റെ കണ്ണും ഇങ്ങനുണ്ട കണ്ണ. ഞാൻ മേലൂട്ട് കൂട്ടുകാരൻ മേൻകുട്ടിയാ. കൊക്കും പൂച്ചിരാകും കക്കും കാട്ടുകിളി കക്കും നെഞ്ചിനുള്ള കാക്കത്തൂരിനെ തോന്നെ പഞ്ഞമിരാമല്ലേ പുഞ്ചിരി തൂകൂലേ മഞ്ഞണി കൊമ്പിലേക്ക് ഇങ്ങിണി മുത്തെ എന്നെ ഉണർത്തൂലേ. അതുപോലെ മൺമറഞ്ഞു പോയൊരു കലാകാരനെ ഞാനിവിടെ അനുകരിക്കുകയാണ്. കാരണം നമ്മുടെ ജയസൂര്യ ചേട്ടൻ എല്ലാ വേദിയിലും അനുകരിക്കുന്നതാണ്. MS റിപ്പോർട്ടർ സാറിനെ അനുകരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ വീണ്ടും മിമിക്രിയിലൂടെ കൊണ്ടുവരികയാണ്. ഇടോ രാമൻകുട്ടി താനാ വീട്ടിലേക്ക് വന്നാ തനിക്ക് എവിടെ സ്വർഗാടൂ. ഇവിടെ വന്നിട്ട് ഒരു പാട്ട് പാടിയില്ലാതെ വേണ്ട. നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പാട്ടൊക്കെ പാടാം. ഉക്കാവില്ല അല്ലാവില്ലേ. അതുപോലെ മലയാള സിനിമയിൽ ഇന്ന് തിരിച്ചു വരുന്ന പ്രേംകുമാറിന്റെ വോയിസ് എന്ന് അനുകരിക്കാം. അമ്മൂട്ടി ഐ ലവ് യു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെല്ലുമാമയും കൊച്ചമാമയും എന്നെ കെട്ടിയിട്ട് തല്ലിന്റെ ദിവസം. അമ്മൂട്ടി ഒത്തലങ്ങ അത്താണി ഉറുമീസ് ആടു. അതുപോലെ നമ്മുടെ ബിനിച്ചേട്ടനൊക്കെ അവതരിപ്പിച്ച് അവതരിപ്പിക്കാൻ പോവാ. ഒരുപാട് കൈയടി നേടിയ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടന്റെ സൗണ്ട് തന്നെ ചേട്ടാ. അമ്മാമേ അച്ഛനാ വഴി വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് രാവണെ കോഴി ഓടിക്കുന്നു മുട്ട ഇടയ്ക്കുന്നു പൊട്ടുപുഴങ്ങുന്നു. ഇതല്ല സിനിമയിലായിരുന്നെങ്കിൽ നിനക്ക് ഉറപ്പാണ് ദാസ കുണുക്കിട്ട കോഴി കുളക്കോഴി കുന്നും ചെരുവിലെ വൈറ്റാട്ടി നീ കേട്ടോ സാമളെ. മണിച്ചേട്ടൻ്റെ ഒരു വോയിസാണ് ചെയ്യുന്നത്. നമുക്ക് മൺമറഞ്ഞു പോയെങ്കിലും ഇന്ന് എല്ലാവരുടെ മനസ്സിലുള്ള നമ്മുടെ മണിച്ചേട്ടനെ ഞാൻ ഇവിടുന്ന് അനുകരിക്കുകയാണ്. ഹലോ ആശജി എന്ത് കടുപ്പാടി കിടക്കണേ കൊച്ചേൻ്റെ പോലെ എനിക്ക് കണ്ടില്ലേ. ഹലോ ഈ കൊച്ചിലുള്ള സാധനല്ല അമ്മേ അച്ഛ അവള് കാണേണ്ടത്. അവളെ മറവയുമ്പോളേ തെക്കേപ്പുറത്ത് മതി
എന്ത് കാര്യം അറിയോ? എന്നോട് പടക്കുമ്പോളേ ഓടിപ്പോയിരിക്കില്ല. ഇങ്ങനെ ഒരു കഴുതക്കുട്ടി ചേട്ടാ അവളൊന്ന് കണ്ടോട്ടെ ചേട്ടാ, ഒന്ന് കണ്ടു നിറച്ച് കണ്ടോട്ടെ. എൻ്റെ വാസത്തിലെ കാണല് ഒരുപാട് പേര് വന്നിട്ടില്ലല്ലോ. അമ്മ ഓളെ വാസല്ലേ വേട്ട പോലെ എനിക്ക് കണ്ടില്ലേ? എങ്കിലൊരു കഴുതക്കുട്ടി ഏറ്റവും പഠിച്ചിട്ട് പോയില്ലേ? എങ്ങനെ ഒരു കഴുതക്കുട്ടി. അച്ഛാ അല്ല തോമസ് സാറ് വന്നോ? തോമസ് സാറ് വന്നോ? തോമസ് സാറ് പാവാ. എന്താ കാര്യം അറിയോ? എൻ്റെ വാസന്തിന് ഹോസ്റ്റോട്ടത്തിന് കിരാണ്ട് 8 കിരാണ്ട് തന്നേന് എങ്ങനെ തന്നോരെന്ന് അറിയില്ല. തോമാച്ചാര് പാവാ. തോമാച്ചാര് പാവാ. തോമാച്ചാര് പാവാ. തോമസ് സാറ് പാവാ. എന്റെ വാസന്തിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്ക. ഏറ്റില്ല ഞാൻ. ഏണ്ടാന്നോ അയാളിക്കല്ലോ അയാളിക്കല്ലോ. എനിക്ക് കണ്ടുവേട്ട ഈ തച്ചിച്ച ലോകളൻ. എനിക്ക് കണ്ടുവേട്ട ചേട്ടാ. കിച്ചറ്റോട് വേണോ വാച്ചത്തിലെ കാര്യങ്ങളിൽ ഒക്കെയായിട്ട് കളിച്ചില്ലോ. ഞാൻ പോവാ ചേട്ടാ. അവള് വാച്ചേ പോവാ. അവള് കരയരുത്. അഭിലാഷേ കൊള്ളായിരുന്നു. ഒരു അടിപൊളി പെർഫോമൻസ്. സ്റ്റാർസും ഒക്കെ കൂടി ആയിട്ട് മൊത്തത്തിലൊരു മസാലയായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കോമഡി മസാലയിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഒരുപാട് ഇതുപോലൊരു വേദി കിട്ടിയതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ അഭിലാഷ് അടിപൊളി. വീണ്ടും കാണാം. താങ്ക് യു. സോ മച്ച്. പേരെന്താ? വാ സ്കൂളിൽ പോവാം. കരയരുത്, സ്കൂളിൽ പോവാം. അക്ഷരം പഠിക്കാം. വല്യപ്പാ, എന്താ പ്രശ്നം? പിള്ളേരെ പിടിക്കാൻ ഇറങ്ങിയതാ. അയ്യോ പോലീസിനെ പോലീസിനെ വിളിക്കേ. എന്തിനാ 100ലേക്ക് വിളിക്കേ. എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? പിന്നെ നിങ്ങൾ പട്ടാപ്പകല് പരസ്യമായിട്ട് പിള്ളേരെ പിടിക്കാൻ വന്നാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? അയ്യോ, നിങ്ങൾ ഉദ്ദേശിച്ച ആ പിള്ളേരെ പിടുത്തമല്ല. അതെ, എനിക്ക് കുട്ടികളില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് ഉഗ്രൻ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. പുള്ളിനെ ചെന്ന് കണ്ട പിള്ളേരെ അച്ചട്ട. വിഡിത്തം പറയുന്നു. ഞാൻ സത്യം പറഞ്ഞേ. എടോ, ഞാനൊരു അധ്യാപകനാണ്. HM ആണ് ഞാൻ. അപ്പൊ എന്റെ സ്കൂളില് കുട്ടികൾ കുറവാണ്. അപ്പൊ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ. അത് ശരി, മനസ്സിലായോ? കുട്ടികളില്ലെങ്കിൽ ക്ലാസ് മുടങ്ങും. ഇല്ല, DOG വന്നു കഴിഞ്ഞാൽ യാതൊരു വിഷയമാകും. DOG എന്ന് പറഞ്ഞാൽ ഡോഗെന്നല്ലേ? ആ പട്ടി വന്നു കഴിഞ്ഞാൽ എന്റെ ജോലി പോകുന്നു. പിള്ളേര് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ. മനസ്സിലായില്ലേ? അതിനു വേണ്ടി പിള്ളേരെ തപ്പി ഇറങ്ങിയതാണ്. പിള്ളേരെ തപ്പി ഇറങ്ങിയതാണ് ഞാൻ. അത് ശരി. അല്ല, എന്താ മാഷിന്റെ വിഷയം? എന്റെ വിഷയം എന്ന് പറഞ്ഞാൽ 2 തലതെറിച്ച പിള്ളേരുണ്ട് വീട്ടില്. അവന്മാരെ കൊണ്ട് ഭയങ്കര വിഷയമാണ്. വീട്ടിൽ ഒരു സ്വസ്ഥതയും തരത്തില്ല. അതല്ല ചോദിച്ചേ. ഒരു പണിക്കും പോത്തില്ല അവന്മാര്. പട്ടിണി, അതാണ് വിഷയം. മാഷെ അതല്ല ചോദിച്ചേ. പിന്നെ എന്താണ് പഠിപ്പിക്കുന്ന വിഷയം എന്താന്ന്? അത് കണക്കാ. അത് മാഷിനെ കണ്ടപ്പോ തോന്നി പഠിപ്പിക്കുന്ന കണക്കാണ്. അത് എന്നെ കണ്ടപ്പോ തോന്നാൻ എന്തോ എന്റെ ശരീരം മൊത്തം ഗുണനപ്പെട്ടി എഴുതി വെച്ചേക്കുവാണ്. കണ്ടപ്പോ തോന്നിയെന്ന് പറയാം. പിള്ളേരെ പിടിക്കാൻ വന്നപ്പോ മനസ്സിലായി ആ സ്കൂളിന്റെ വിഷയങ്ങൾ എന്താന്ന് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ എന്റെ സ്കൂളിനെ കൊച്ചാക്കി സംസാരിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ചെറുതാക്കി സംസാരിക്കൊന്നും വേണ്ട. ഏതാ സ്കൂൾ? ഏതാ? മണ്ണാമല സ്കൂള്. ഈയിടെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ? ആ സ്കൂളായിരുന്നോ? പത്രത്തിൽ ഈയിടെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഓട് തലയിൽ വീണ് എന്തോ 6 കുട്ടികൾക്ക് എന്തോ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ട് വാർത്ത അല്ലേ? 6 കുട്ടികൾക്ക്. എത്ര കുട്ടികൾക്ക്? 6 കുട്ടികൾക്ക്. ഇത് ആരാണെന്ന് പറഞ്ഞു നിങ്ങളോട്? പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ പത്രത്തിൽ വരുന്നതെല്ലാം സത്യമാണെന്നാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്? ശുദ്ധ അസംബന്ധമാണ്. ആ കണക്ക് തെറ്റാണ്. 12 കുട്ടികൾ ഇപ്പോഴും ICU കിടക്കാണ്. അതെന്താണ് ഇവിടാത്ത? 6 കുട്ടികൾ പത്രത്തിൽ നിന്ന്. ഇതാണ് പത്രം വായിച്ച നിങ്ങൾ ഇങ്ങനെ തെറ്റായ വ്യാജ വാർത്തയാണ്. എണ്ണം കൂടിയത് ക്രെഡിറ്റ് ആയിട്ട് എടുത്തേക്കാണോ? പിന്നെ ഒരു കാര്യം, എന്നെ കളിയാക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് അറിയാമോ? ഇല്ല. പ്രസിഡന്റിൽ നിന്ന് പതക്കം മേടിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യൻ പ്രസിഡന്റ് അല്ല. ഞങ്ങളുടെ അടുത്ത പുരുഷ സ്വയ സഹായ സംഘമുണ്ട്, നവദീപം. അതിന്റെ പ്രസിഡന്റ് അംബുജാക്ഷം പിള്ളയുടെ കയ്യിൽ. അങ്ങനെയുള്ള ആളിനെയാണ് നിങ്ങൾ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നത്. മനസ്സിലാക്കണം. ആരാ സാറിനെ മനസ്സിലായ? ആരാ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ. എന്ത് തോന്നുന്നു സാറിന്? സൂക്ഷിച്ചു നോക്കിയില്ലെങ്കിലും 2 തരാൻ തോന്നുന്നു. അതെ ഇരിപ്പായിരിക്കണം. അല്ല സാറേ, എന്നെ
കുറച്ചുകൂടെ ശ്രദ്ധിച്ച് നോക്കി. എന്നെ മനസ്സിലായോ സാറിന്? ഇല്ല, മനസ്സിലായില്ല. ആരാ? സാറ് മണ്ണാമല സ്കൂളിൽ ഞാൻ 7B ഒരൊറ്റത്തെ ബെഞ്ചിലിരുന്ന് പഠിച്ച നെൽസൺ ഓർമ്മയുണ്ടോ സാർ? 7B ഒരൊറ്റത്തെ ബെഞ്ചിലിരുന്ന് പഠിച്ച നെൽസൺ. അന്ന് ഞാൻ പഠിപ്പിച്ച നെൽസൺ പുറകിലത്തെ ബെഞ്ചിൽ ഇരുത്തിയിട്ടില്ലല്ലോ അവനെ. ഞാൻ ഡെസ്കിൽ നിർത്തിയിട്ടല്ല ഉള്ളൂ. ആ നെൽസനാണോടാ? ആ, നീ ഇപ്പൊ പൂക്കച്ചവടമൊക്കെ തുടങ്ങിയോ? എടാ, ഒരു കച്ചവടം തുടങ്ങുമ്പോൾ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങരുത്. ലാഭം ഷെയർ ചെയ്ത് പോകത്തില്ലേ? ഇതുവരെ നീ രക്ഷപ്പെട്ടില്ലല്ലേ? അല്ല എടാ, ഒറ്റയ്ക്ക് തുടങ്ങണം കച്ചവടം. അല്ല സാറേ, ഇത് ഞാൻ പിന്നെ പൂക്കച്ചവടമല്ല, ഞാൻ ഇവിടുത്തെ ഗസ്റ്റായിട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ ഗസ്റ്റോ? ഗസ്റ്റ്. അതെങ്ങനെ ഗസ്റ്റായി? ഈ കുറച്ച് സിനിമയിലൊക്കെ ഇങ്ങനെ അഭിനയിച്ച് പിന്നെ ചാനലിലൊക്കെ ഇങ്ങനെ ഓരോ പ്രോഗ്രാമൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ അങ്ങനെ ഇപ്പൊ വലിയ ആളായിട്ട് നിൽക്കുക. അങ്ങനെ നീ വലിയ എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ഈ മൂട് നീര് നിക്കറുമൊക്കെ ഇട്ടോണ്ട് ഇവൻ വരും. ഇതുവഴിയൊക്കെ ഒലിപ്പിച്ചോണ്ടൊക്കെ വരുന്ന ആ നെൽസനെ എനിക്കറിയത്തുള്ളൂ. ആ നെൽസൺ അല്ലയോടാ? മൂട് കയറി നിക്കട്ടോണ്ട് വരുന്ന നെൽസൺ അല്ലയോടാ നീ? കണ്ടോ അവന്റെ നാണം കണ്ടോ? ആ നാണം കണ്ടോ? അവന്റെ നാണം കണ്ടോ? അങ്ങനെയൊന്നും കളിയാക്കരുത്. എന്താ? നമുക്ക് എല്ലാവർക്കും അങ്ങനെ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. വളരെ പാവപ്പെട്ട രീതിയിലായിരിക്കും പണ്ടൊക്കെ. എബ്രഹാം ലിങ്കൺ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിലെന്ന് വെച്ചാൽ അദ്ദേഹം പഠിച്ചു, അറിയാവോ? അല്ല, മൂട് കയറിയ നിക്കറിട്ടുണ്ടോ അയാൾ വന്നു? അത് കണ്ടായിരുന്നു എബ്രഹാം ലിങ്കൺ. സ്ട്രീറ്റ് ലൈറ്റിന്റെ അദ്ദേഹം ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പാട്ടവിളക്കിന്റെ വെട്ടത്തിരുന്ന് പഠിച്ചത്. എബ്രഹാം ലിങ്കൺ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തും ഗ്രഹാം ബെൽ പാട്ടവിളക്കിന്റെ വെട്ടത്തും. ഇവർ ഈ വെട്ടമുള്ള പകൽ ഇവന്മാർ എവിടെ പോയേക്കുമായിരുന്നു? രാത്രി ഇരുട്ടാകുമ്പം പിന്നെ വിളക്കൊക്കെ പഠിക്കാൻ പറ്റുമോ? അത് പറ്റത്തില്ല. പകല് മൊത്തം കറങ്ങി നടന്നിട്ട് രാത്രി വരുവാ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടം തിരക്കി. ഞങ്ങളൊക്കെ പകൽ വെട്ടത്ത് പഠിച്ചവരാ, അറിയാവോ? ആണോ? ആണു. ഇവർക്ക് അറിയത്തില്ല സാറിന് പഠിപ്പിക്കുന്ന രീതി, അതുകൊണ്ടാണ്. അത് ഇവർക്ക് അറിയില്ല. സാറ് പഠിപ്പിച്ച ഒരു കാര്യം പോലും നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല സാറിന്. സാറിന്റെ ചൂരലിന്റെ ആ അടിയുടെ ചൂടും സാറ് പഠിപ്പിച്ച ഒന്നും നമ്മൾ മറന്നിട്ടില്ല. അതാണ്. അതെ, പണ്ട് നമ്മൾ തല്ലി പഠിപ്പിക്കുന്നതിന്റെ ഗുണമാണത്. തല്ലി പഠിപ്പിക്കുന്നത് അവർ മറക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളെ തല്ലിയാൽ വിഷയമല്ലേ, കേസെടുക്കും. പക്ഷെ ചെറിയ തല്ല കൊടുക്കണം. അങ്ങനെ എന്നാലേ ഇവര് ആ പാഠഭാഗങ്ങൾ മറക്കാതിരിക്കത്തുള്ളൂ. നെൽസൺ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ അവല്ലേ? എല്ലാം ഓർമ്മയുണ്ട് സാർ. അങ്ങനെ നെൽസൺ എഴുതേക്കടാ, എഴുന്നേറ്റേക്ക്. ഗസ്റ്റാ സാർ. എന്താ ഗസ്റ്റാണ്? എന്നാ കസേര കയറിയേക്ക്. അയ്യോ, അങ്ങനല്ലേ ശീലം? ഞാൻ അങ്ങനല്ലേ പഠിപ്പിച്ചു. ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നോളാം. അങ്ങനെ നിൽക്കേ. നീ പറയൂ, ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം പറയൂ. അതിന് സാറ് പഠിപ്പിച്ച ആ രൂപത്തിൽ തന്നെ ഇരിക്കും ഇപ്പോഴും. നമ്മൾ പറഞ്ഞിനി മാറ്റണം. തറുതല പറയാനല്ല പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് അതിനൊരു രൂപം ഉണ്ടല്ലോ, അത് ആ സാമാന്യ രൂപം. ആ സാമാന്യ രൂപം എന്ത്? ആ സാമാന്യ രൂപം എ പ്ലസ് ബി. നീ പറയത്തില്ല അല്ലേ? എ പ്ലസ് ബി ഞാൻ പറയാം. കുട്ടി പറയും. a+b the whole square is equal to a square plus 2ab plus b square. കണ്ട് പഠിക്കടാ, കണ്ട് പഠിക്ക. എഴുന്നേക്കണോ? ആ കുട്ടിയുടെ ആ കസേര തുടച്ചു കൊടുക്കും. തുടക്കിയേട്ടാ. വേണ്ട. എന്ത് ഗസ്റ്റ്? മൂട് കയറിയ നിക്കർ. എത്ര വലിയ ഗസ്റ്റ് ആവും അത് മറക്കരുത്. ആ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇരുന്നോളൂ. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഡെസ്കെ നിർത്തി പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇവൻ ദൈവഭക്തിയുടെ കാര്യത്തിൽ ഭയങ്കര മിടുക്കനാണ്. ഭയങ്കര ഭക്തിയുള്ളവനാണ്. അറിയാം സാർ അങ്ങനെ പറഞ്ഞു. ഭയങ്കര ദൈവഭയമുള്ള ആളാണ്. ഈ നമ്മള് ഈ വിദ്യാരംഭത്തില് ഈ പൂജ വെക്കില്ലേ? പൂജ വെക്കും. സാധാരണ എത്ര ദിവസമാണ് പൂജ വെക്കുന്നത്? 3 ദിവസം. 365 ദിവസവും പുസ്തകം പൂജ വെക്കുന്ന ആളാണ്. 365 ദിവസവും പുസ്തകം കൈകൊണ്ട് തൊടില്ല. ഭയങ്കര ഭക്തിയാണ്. ദൈവത്തിങ്കിൽ അർപ്പിക്കുന്നതാണ് എല്ലാം. പുസ്തകം ദൈവത്തിന് അങ്ങ് അർപ്പിച്ചേക്കുക. പിന്നെ അങ്ങനെ ഇത് പറയും. സാറ് സാറിന്റെ പേരിലാണോ ഈയിടെ എന്തൊരു കേസ് ഉണ്ടായിരുന്നു പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ? പത്രത്തിൽ അതും വന്ന പോലെ. ഈ സാറിന്റെ പേരിലാണോ? അതൊരു ചെറിയ അബദ്ധം പറ്റിയതാണ്. ഞാൻ ഈ പൂജ പിള്ളേരെ നിലത്തെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഈ മണൽ വേണമായിരുന്നു. ഓ, പഠിപ്പിക്കാൻ വേണ്ടി മണലെഴുതിക്കാൻ. അങ്ങനെ ഞാൻ ആറ്റുവാരത്ത് പോയി കുറച്ച് മണൽ വാരി ജിയോളജിക്കൽ വിഭാഗം വന്ന് എന്നെ കൈയോടെ പൊക്കി പോലീസിൽ ഏൽപ്പിച്ചു. മണൽ മാഫിയ എന്നും പറഞ്ഞു. കഷ്ടായി. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ ചെന്നു. എന്റെ ഭാഗ്യത്തിന് ഞാൻ പഠിപ്പിച്ച സുരേഷിനെ അറിയില്ലേ?
ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന ആ സുരേഷ് ആയിരുന്നു അവിടുത്തെ SI. പിന്നെ കുഴപ്പമില്ലായിരുന്നു. എന്നെ കണ്ടപ്പോ വലിയ സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പൊ സാറ് പഠിപ്പിച്ച കുട്ടി അതുകൊണ്ട് കേസൊന്നും ചാർജ് ചെയ്യാതെ ഊരി പോന്നല്ലേ? കേസ് എടുത്തില്ല. കേസ് എടുത്തില്ല. വെരി ഗുഡ്. കേസ് എടുത്തില്ല. നന്നായി. ഇഷ്ടമായിരുന്നു. പക്ഷേ ആ, അവനെ ഞാൻ പണ്ട് അടിച്ചില്ലേ, ആ. അത് പലിശ സഹിതം അവൻ എനിക്ക് തിരിച്ചു തന്നു. SIയുടെ ആ മേശയുടെ മണ്ടയ്ക്ക് കയറ്റിയിരുത്തിയാണ് എന്നെ അടിച്ചത്. അയ്യോ. പക്ഷെ കേസ് ചാർജ് ചെയ്തില്ല. അങ്ങനെ ഒരു ഉപകാരം അവൻ ചെയ്തു. ഞാൻ ചൂരൽ കൊണ്ടാണ് അടിച്ചെങ്കിൽ അവൻ എന്നെ ലാത്തിക്കായിരുന്നു തല്ലിയത്. ശ്ശോ, കഷ്ടമുണ്ട്. സാറ് എന്നെ കണക്ക് കുറെ പഠിപ്പിച്ചായിരുന്നല്ലോ സാർ. ഞാൻ തല്ലിയാണ് പഠിപ്പിച്ചത്. അതെ തല്ലി പഠിത്താൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലെസാഗു, ഉസാഗ, ഉസാഗ, പിന്നെ കുറെ തീറ്റ ഉണ്ടായിരുന്നു സാറേ. സൈൻ തീറ്റ, സൈൻ തീറ്റ, കോസ് തീറ്റ, അതൊക്കെ ഞാൻ നന്നായിട്ട് ടാൻ- പഠിച്ചു. ടാൻ തീറ്റ. എല്ലാം എനിക്ക് എല്ലാം നന്നായിട്ട് പഠിച്ചു സാർ. എല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ ഈ തീറ്റകളൊന്നും കൊണ്ട് എനിക്ക് ഇപ്പൊ എന്റെ ജീവിതത്തിൽ യാതൊരു പ്രയോജനമില്ല. ഞാൻ ഇതൊക്കെ എവിടെ പറയണം, എങ്ങനെ പറയണം, എന്റെ ജീവിതത്തിൽ ഇത് എവിടെ ചെന്ന് പറയണമെന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. പിന്നെ ആ തീറ്റ മാത്രം എടുത്താൽ അതുകൊണ്ട് ഞാൻ പച്ച പിടിച്ച് നിൽക്കുന്നു, വല്ലതും തിന്നുന്നത് കൊണ്ട്. തിന്നുന്നുണ്ട്. തീറ്റയിൽ മാത്രമാണ് രക്ഷപ്പെട്ടത്. അത്രേ ഉള്ളൂ. ടാനും കോസും ഒക്കെ അതൊക്കെ എവിടെ പറയേണ്ടത് സാർ? ഇപ്പം എനിക്ക് കാണാനായിട്ടിരുന്നത് ഒന്ന് പറഞ്ഞു തരണം. ഏത് കടയിൽ പോയി പറയണം? ലസാഗു, ഉസാഗാന്ന് ഏത് കടയിൽ പോയി പറയും? നമ്മൾ എവിടെ പോയി? സാർ മുമ്പ് പറഞ്ഞല്ലോ ഒരു സാമാന്യ വാക്കത്തിന്റെ ഉദാഹരണം എന്താ പറഞ്ഞ? വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം. പലർക്കട ചെന്ന് അത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? പൈസ എണ്ണി കൊടുക്കണം. അവിടെ അത് ചോദിച്ചിട്ട് കാര്യമില്ല. മിമിക്രി ഒക്കെ കുറച്ച് പണ്ടുപോലെ ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോ കഞ്ഞി കുടിച്ചു പോകുന്നു. മിമിക്രിയിൽ നിന്നാണ് രക്ഷപ്പെട്ടത് അല്ലേ നെൽസൺ? ഞങ്ങൾ എല്ലാവരും മിമിക്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ആള്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് ഒന്ന് രക്ഷപ്പെടണം. ആ എന്നെ 2 നമ്പർ പഠിപ്പിക്കണം. സാറിന് എനിക്കൊരു ചാൻസ് ഇല്ലാതിരിക്കുമായിരുന്നു നമ്മുടെ സുരേഷിന്റെ ആ രീതി എനിക്കൊന്ന് തീർക്കാനായിട്ട്. സാറിനെ ഞാൻ പഠിപ്പിക്കാം, പക്ഷെ തല്ലി പഠിച്ചെങ്കിലേ പഠിക്കുമെന്ന് സാറ് പറഞ്ഞിട്ടില്ലേ? മിമിക്രി ഞാൻ പഠിപ്പിക്കാം, പക്ഷെ ഞാൻ തല്ലിയെ പഠിപ്പിക്കട്ടെ സാറേ? എന്തിനാ? ഞാൻ ഗുരുനാഥനാണ് നിന്റെ. അല്ല സാറേ, തല്ലി പഠിപ്പിച്ചെങ്കിലേ പഠിക്കൂ. അങ്ങനെയാണ് സാർ ആ വടിയും തരാൻ ഞാൻ സാറിനെ മിമിക്രി പഠിപ്പിക്കാം. അങ്ങനെ ഇപ്പൊ വടി തണ്ണടി മേടിക്കേണ്ട ഗതികേട് എനിക്കില്ലടാ. അല്ല സാറേ, നിക്ക് സാറേ, ഞാൻ പഠിപ്പിക്കാം സാറേ. എനിക്ക് മിമിക്രി പാച്ചണ്ട. പാപ്പച്ച സാറേ, എല്ലാം വന്നേക്കും. പാപ്പച്ച. കോമഡി മസാലയുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ ചിരിയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം us.